യേശുവിൽ പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലുമ്പോൾ 6 പ്രാവശ്യവും കുർബാന അർപ്പിക്കുമ്പോൾ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യവും സ്വർഗ്ഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന നാം ചൊല്ലുന്നുണ്ട്. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് വ്യവസ്ഥ പറഞ്ഞാണ് നമ്മൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. വചനത്തിലൂടെ ഇന്ന് ഈശോ പറയുന്നു, നമ്മളോട് തെറ്റ് ചെയ്ത സഹോദരങ്ങളോട് നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗസ്നായ പിതാവും നമ്മളോട് ക്ഷമിക്കുകയില്ല എന്ന്. അപ്പം ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല. ആ ക്ഷമ കിട്ടണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നീരസവും അകൽച്ചയും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനായി നാം തയ്യാറായേ പറ്റൂ. നീ ബലിയർപ്പിക്കാൻ വരുമ്പം മറ്റുള്ളവർക്ക് നിന്നോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ബലിയർപ്പിക്കാൻ പാടില്ല. അവരോട് അനുരഞ്ജനപ്പെട്ട് ഹൃദയത്തിൽ സ്നേഹം നിറച്ചിട്ട് വന്ന് ബലിയർപ്പിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് നാളെ നമ്മൾ ആഘോഷിക്കുന്ന പന്തക്കുസ്താ തിരുനാളിന് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.